ഇനി നോക്കാം കാർഷിക വാർത്തകൾ. അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. തുടർച്ചയായ വിലയിടിവിൽ നാളികേര ഉൽപ്പന്നങ്ങൾ, ഏലക്ക വിപണി ഉത്തരേന്ത്യൻ വ്യാപാരികൾ സജീവം. മഴ കനത്തത് റബ്ബർ മേഖലയെ പ്രതിസന്ധിയിലാക്കി. നാളികേര ഉൽപ്പന്നങ്ങളുടെ വില വീണ്ടും ഇടിഞ്ഞു. കൊച്ചിയിൽ വെളിച്ചെണ്ണ വില വീണ്ടും കിൻഡലിന് 100 രൂപ താഴ്ന്നപ്പോൾ തമിഴ്നാട്ടിൽ 200 രൂപ ഇടിഞ്ഞു. വൻകിട മില്ലുകാർ സ്റ്റോക്ക് വിറ്റുമാറാൻ നടത്തുന്ന തിരക്കിട്ട നീക്കം ചാഞ്ചാട്ടം ശക്തമാക്കാം. അതേസമയം കൊപ്രാക്ഷാമം തുടരുന്ന വില തകർച്ചയെ പിടിച്ചു നിർത്താനും ഉപകരിക്കും. കൊച്ചിയിൽ വെളിച്ചെണ്ണ 36,600 രൂപയിലാണ് വ്യാപാരം. ലേലകേന്ദ്രങ്ങളിൽ ഏലക്ക പ്രവാഹം ഉത്തരേന്ത്യൻ സ്റ്റോക്കിസ്റ്റുകളെ ആവേശം കൊള്ളിച്ചു. ദീപാവലി ബമ്പർ വിൽപ്പന മുന്നിൽ കണ്ട് പരമാവധി ഏലക്ക ശേഖരിക്കാൻ അന്തർ സംസ്ഥാന ഇടപാടുകാർ ഉത്സാഹിച്ചു. ഇന്ന് 1,20,16 കിലോ ഏലക്ക വിറ്റഴിഞ്ഞു. മികച്ച ഇനങ്ങൾ കിലോ 2,793 രൂപയിലും ശരാശരി ഇനങ്ങൾ 2,400 രൂപയിലും കൈമാറി. കനത്ത മഴയിൽ സംസ്ഥാനത്തിന്റെ ഒട്ടുമിക്ക ഭാഗങ്ങളിലും റബ്ബർ ടാപ്പിംഗ് സ്തംഭിച്ചു. നിലവിലെ കാലാവസ്ഥ കണക്കിലെടുത്താൽ ഇനി വാരമധ്യത്തോടെ മാത്രം റബ്ബർ വെട്ട് പുനർ ആരംഭിക്കാനാകുമെന്ന നിലപാടിലാണ് ഉത്പാദകർ. ന്യൂനമർദ്ദം ശക്തി പ്രാപിച്ച് തെക്കൻ കേരളത്തിലെ റബ്ബർ കർഷകരെ മൊത്തത്തിൽ പ്രതിസന്ധിയിലാക്കി. ഉത്തരേന്ത്യൻ വ്യവസായികൾ നവരാത്രി ആഘോഷത്തിലേക്ക് തിരിഞ്ഞതിനാൽ റബ്ബറിന്റെ ഡിമാൻഡ് മങ്ങി. 4ാം ഗ്രേഡ് റബ്ബർ 18,800 രൂപയിലും 5ാം ഗ്രേഡ് 18,500 രൂപയിലും വ്യാപാരം നടന്നു. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. ആശങ്കകൾ ഒഴിയാതെ നെൽകർഷകർ, സംസ്ഥാനം താങ്ങുവില വെട്ടിക്കുറയ്ക്കുന്നതായി പരാതി. കേന്ദ്ര സർക്കാർ താങ്ങുവില ഉയർത്തുമ്പോൾ കേരളം ഇത് വെട്ടിക്കുറയ്ക്കുന്നതായാണ് സംസ്ഥാനത്തെ നെൽകർഷകർ ചൂണ്ടിക്കാട്ടുന്നത്. നെല്ലിന്റെ താങ്ങുവില കേന്ദ്ര സർക്കാർ ഇത്തവണ 69 പൈസ വർദ്ധിപ്പിച്ചിട്ടുണ്ട്. എന്നാൽ കഴിഞ്ഞ 5 വർഷത്തിനുള്ളിൽ 2.43 രൂപയാണ് സംസ്ഥാന സർക്കാർ വെട്ടിക്കുറച്ചത്. അല്ലായിരുന്നെങ്കിൽ 1 കിലോ നെല്ലിന് 30.63 രൂപ നെൽകർഷകർക്ക് ലഭിക്കുമായിരുന്നു. നിലവിൽ 5 വർഷം മുമ്പുണ്ടായിരുന്ന വിലയായ 28.2 രൂപ തന്നെയാണ് ഇപ്പോഴും ലഭിക്കുന്നത്. ഒരേക്കർ കൃഷി ചെയ്യുന്ന കർഷകന് 5,000 രൂപയോളം നഷ്ടമാണ്. സംസ്ഥാനത്തെ നെൽകർഷകർ മുണ്ടകൻ കൃഷിയുടെ തിരക്കിലാണ്. രോഗ, കീടബാധ തുടങ്ങിയവ ഉൽപാദനത്തെ ബാധിക്കുന്നത് പതിവാണ്. വളം വിലയിലെ വർധനവും കർഷകർക്ക് തലവേദനയാവുകയാണ്. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കാപ്പി വില ഉയർന്നേക്കും. താരിഫും ഉൽപാദനയിടവും കാപ്പി മേഖലയ്ക്ക് വെല്ലുവിളി. US താരിഫുകളെക്കുറിച്ചുള്ള അനിശ്ചിതത്വവും ബ്രസീൽ, വിയറ്റ്നാം പോലുള്ള പ്രധാന ഉൽപാദക രാജ്യങ്ങളിലെ കാലാവസ്ഥാ വ്യതിയാനം വിളയെ സ്വാധീനിക്കുന്നതും കാപ്പിയിലെ വില വർധന തുടരാൻ സാധ്യതയുണ്ടെന്നാണ് വിലയിരുത്തുന്നത്. സെപ്റ്റംബർ 15 വരെയുള്ള കണക്കുകൾ പ്രകാരം കാപ്പി വില ഒരു വർഷം കൊണ്ട് 29.7% വർധനയാണ് രേഖപ്പെടുത്തിയത്. ബ്രസീലിയൻ കയറ്റുമതിയിലെ US താരിഫുകളും ബ്രസീലിലെ വിതരണ ലഭ്യതയെക്കുറിച്ചുള്ള ആശങ്കകളും ശക്തമാണ്. കാലാവസ്ഥാ വ്യതിയാനം പല രാജ്യങ്ങളിലും കനത്ത നാശനഷ്ടമുണ്ടാക്കിയിട്ടുണ്ട്. അതേസമയം ഇന്ത്യയിലും കാപ്പി വിളവ് ഇത്തവണ കൂടുതൽ കണക്കാക്കിയിട്ടുണ്ട്. കഴിഞ്ഞ വർഷത്തേക്കാൾ 11% കൂടുതൽ ഇത്തവണ ഇന്ത്യയിൽ കാപ്പി വിളവെടുക്കാനാകുമെന്നാണ് കാപ്പി ബോർഡിന്റെ കണക്കുകൂട്ടൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. അരി കയറ്റുമതി രജിസ്ട്രേഷൻ ഫീസ് ഉയർത്തി. ടണ്ണിന് 8 രൂപയാണ് ഫീസ് ഉയർത്തിയത്. നിരവധി അരി ഇനങ്ങൾ ഇന്ത്യ മൊത്തമായി കയറ്റുമതി ചെയ്യുന്നുണ്ട്. ഇതിൽ പ്രധാന ധാന്യങ്ങളെ ഇന്ത്യൻ ബ്രാൻഡായി പ്രോത്സാഹിപ്പിക്കുന്നതിന്റെ ഭാഗമായാണ് രജിസ്ട്രേഷൻ ഫീസ് ഈടാക്കുന്നത്. ഇതുപ്രകാരം ടണ്ണിന് 8 രൂപ എന്ന ടോക്കൺ ഫീസ് ഈടാക്കാനാണ് കേന്ദ്ര തീരുമാനം. ബസ്മതി ഇതര കയറ്റുമതി അസോസിയേഷനുകളും സർക്കാരിന്റെ നീക്കത്തെ പിന്തുണയ്ക്കുന്നുണ്ട്. വിദേശ വിപണികളിൽ ഇന്ത്യൻ ഉൽപ്പന്നങ്ങളുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടാതിരിക്കാൻ കൂടി വേണ്ടിയാണ് ഈ നടപടിയെന്നാണ് കണക്കാക്കുന്നത്. ബസ്മതി അരി കയറ്റുമതിയിൽ ഇത്തരത്തിൽ രജിസ്ട്രേഷൻ ഫീസ് നേരത്തെ തന്നെ ഈടാക്കി തുടങ്ങിയിരുന്നു. അടുത്തിടെ കാർഷിക സംസ്കരിച്ച ഭക്ഷ്യ ഉൽപ്പന്ന കയറ്റുമതി വികസന അതോറിറ്റി ബസ്മതി കയറ്റുമതി കരാറുകളുടെ രജിസ്ട്രേഷൻ ഫീസ് 30 രൂപയിൽ നിന്ന് ടണ്ണിന് 70 രൂപയായി ഉയർത്തിയിരുന്നു. കയറ്റുമതി ചെയ്യുന്ന അരിയുടെ അളവിലും ഗുണമേന്മയിലും മികച്ച നിരീക്ഷണവും നിയന്ത്രണവും സ്ഥാപിക്കുന്നതിനും കയറ്റുമതി ലക്ഷ്യസ്ഥാനങ്ങളുടെ സമഗ്രമായ ഡാറ്റാബേസ് സൃഷ്ടിക്കുന്നതിനും ഈ പുതിയ സംവിധാനം സഹായിക്കുമെന്നാണ് വിലയിരുത്തൽ. ന്യൂസ് ഡെസ്ക് മൈഫിൻ TV. കമ്പോള നിലവാരം. ഇന്നത്തെ കമ്പോള നിലവാരം. RSS 4 187, RSS 5 184, ലാറ്റക്സ് 127, ജാതിക്ക 330, ജാതിപത്രി 2100, ഗ്രാമ്പു 900, അടയ്ക്ക 280, കാപ്പിക്കുരു 220, കൊക്കോ പരിപ്പ് 380, കുരുമുളക് ഗാർബിഡ് 69,600, കുരുമുളക് അൺഗാർബിഡ് 67,600, ഏലക്ക 2,350 മുതൽ 2,450 വരെ, വെളിച്ചെണ്ണ 36,600, കൊപ്ര 23,100, ചുക്ക് 24,000.
അഗ്രി ന്യൂസ് പ്രസന്റഡ് ബൈ കയർഫെഡ് ഓണം പൊന്നോണം. ഏവർക്കും കയർഫെഡിന്റെ ഓണാശംസകൾ. ഇനി നോക്കാം പ്രവാസ ലോകത്തെ വാർത്തകൾ.